റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കാനായി എത്തും. അദ്ദേഹത്തിന്റെ സന്ദർശന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ക്രെംലിൻ അറിയിച്ചു. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ച് റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 റഷ്യൻ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യം കസാനിൽ 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കാനായിരുന്നു നരേന്ദ്രമോദി പുടിനെ ക്ഷണിച്ചിരുന്നത്. അതിനിടെ ഇന്ത്യയുടെ പ്രാദേശിക കാര്യങ്ങളിൽ ഇടപെടാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ലെന്നും ദിമിത്രി പെസ്കോവ് ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയങ്ങളിൽ റഷ്യ ഇടപെടില്ല. ഒരു രാജ്യത്തിന്റെയും പ്രാദേശിക കാര്യങ്ങളിൽ റഷ്യ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയും അങ്ങനെ തന്നെ ആകണമെന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ചൈനയുമായുള്ള ബന്ധം എങ്ങനെ വേണമെന്ന് ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെ വേണമെന്ന് ചൈനയോടോ റഷ്യ അഭിപ്രായപ്പെട്ടില്ലെന്നും ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. അതേസമയം യുക്രൈനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആണവ നയത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ്. US അടക്കമുള്ള രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്ന പുതിയ നയം റഷ്യക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. രാജ്യത്തിന്റെ തത്വങ്ങൾ നിലവിലെ സാഹചര്യത്തിന് അനുസൃതമായി കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് റഷ്യയുടെ ആണവ നയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ബാഹ്യാക്രമണം ഉണ്ടായാൽ പ്രതികാരമായി ആണവായുധങ്ങളുടെ ഉപയോഗം വിപുലീകരിക്കാൻ പുതുക്കിയ നയം റഷ്യയെ അനുവദിക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ റഷ്യക്കെതിരായ ഏതു സുപ്രധാനമായ ആക്രമണത്തിനും പ്രതികാരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പുടിൻ പുതുതായി ഒപ്പിട്ട ഉത്തരവ് അനുവദിക്കുന്നു. ഒരു ആണവരാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുന്നുവെന്ന് യുക്രൈനും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാർക്കുമുള്ള മറുപടിയായി റഷ്യ പറഞ്ഞു. സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയുടെ വെളിച്ചത്തിൽ നയം പരിഷ്കരിക്കുന്നതിനെ കുറിച്ചുള്ള പുടിന്റെ പരാമർശങ്ങൾക്ക് 1 മാസത്തിന് ശേഷമാണ് ഈ നയപരിഷ്കരണ നീക്കം വന്നിരിക്കുന്നത്. നൂതന പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്തിനുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ യുക്രൈൻ അനുവദിക്കുന്നത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നും റഷ്യയുമായി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നുമായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.